ഓംലെറ്റില് നമ്മൾ ഈ ഒരു മിശ്രിതം, അതായത് ഇറച്ചിയും അതുപോലെ തന്നെ മസാല കൂട്ടുകളും ഉള്ളത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ അകത്ത് വെച്ചിട്ട് മടക്കിയെടുക്കും. നമുക്കത് ചെയ്യാൻ സാധിക്കും. റോൾ ചെയ്യാം. ഓക്കെ, ഓംലെറ്റ് റോളാണ്, അതുകൊണ്ട് തന്നെ അതിനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സൈഡ് മടക്കും, രണ്ട് സൈഡ് മടക്കിയിട്ട് ഇനി എന്താ ചെയ്യുന്നത്? കോഴിമുട്ട കലക്കണം. ഓക്കെ, കോഴിമുട്ട കലക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ചെയ്തതിൽ നമ്മൾ മഞ്ഞക്കരു കളഞ്ഞിട്ടാണ് ചെയ്തത്, വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓംലെറ്റ് റോള് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബാക്കി എല്ലാവരും പ്രോസസ്സിങ് കഴിഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ നേരത്തെ ഇറച്ചിയും അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലയും കൊണ്ട് ഉണ്ടാക്കിയ എണ്ണയിലിട്ട് വഴറ്റിയ മിശ്രിതം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിടക്കി അതിനെ റോളാക്കി ഓംലെറ്റിൽ അകത്ത് വെച്ച് മടക്കിയെടുക്കുകയാണ്. മടക്കിയെടുത്ത് നമ്മൾ അതിൻ്റെ സൈഡും മടക്കി ഈ ഒരു കണക്കിനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയിൽ ഇതൊന്ന് മുക്കിയെടുക്കും അല്ലേ? കോഴിമുട്ടേന്റെ വെള്ളയിൽ മുക്കിയിട്ട് കോഴിമുട്ടേന്റെ വെള്ളയിൽ മുക്കിയിട്ട്. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മഞ്ഞയും വെള്ളയും പ്രശ്നമില്ല, കോഴിമുട്ടയിൽ തന്നെയാണ് ഇതിന്റെ പൊട്ടിച്ചിട്ട് നമ്മൾ അതിനെ മുക്കുകയെന്ന് പറഞ്ഞു. വിട്ടുപോയതാണ്. ഓക്കെ, ശരി. അങ്ങനെ ഒന്നും വിട്ടുപോയാലും പിന്നെ അവസാനം ഉണ്ടാക്കി വന്നപ്പോഴേക്കും ക്ലിയർ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ മഞ്ഞക്കരു കളഞ്ഞതിന് ശേഷം വെള്ളയിലാണ് മുക്കിയെടുക്കുന്നത്. അതിന് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഓംലെറ്റിൽ കവർ ചെയ്തത് മുട്ടയുടെ വെള്ളയിൽ മുക്കി അടുത്ത ബ്രെഡിന്റെ പൊടിയിലേക്ക് ഇടുകയാണ്. ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. ബ്രെഡിന്റെ പൊടിയിലിട്ട് മുക്കിയിട്ട് നമ്മൾ ഇനി ഒന്ന് പൊരിച്ചെടുക്കണം അല്ലേ? എണ്ണ ഒഴിക്കട്ടെ അതിന്റെ ഒക്കെ. എത്ര എണ്ണ ആവശ്യം? പൊരിക്കാൻ ആവശ്യമായ കുറച്ച് മതി. ഓക്കെ, ഇത്രയും മതി. നമുക്കിത് അതിന്റെ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പിന്നെ കഴിക്കണം. കഴിക്കാനുള്ള ജോലി എന്റെ തന്നെയാണ്, ടേസ്റ്റ് പറയാനുള്ള ജോലിയും. അപ്പം എണ്ണയിലിട്ട് വരാൻ വേണ്ടി റെഡിയാവാൻ വേണ്ടി എത്ര സമയം എടുക്കും? 5-10 മിനിറ്റ് മതി. 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇത് തയ്യാറാവും. ആ സമയം കൊണ്ട് ടേസ്റ്റ് ടൈം പ്രേക്ഷകരെ കുക്കറി ബുക്ക് ഓപ്പൺ ചെയ്യുക. ഓംലെറ്റ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് എഴുതിയെടുക്കുക. അപ്പം സൗജ, ആദ്യം ഇവർ ചെയ്യേണ്ട എന്താണ് ഓംലെറ്റ് റോൾ ഉണ്ടാക്കാൻ വേണ്ടി? ഉള്ളി, പച്ചമുളക്, കറിവേപ്പിന്റെ എല്ലാം കൂടി വാട്ടിയെടുക്കാം. ഓക്കെ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം കൂടി വാട്ടി ഒന്ന് എടുക്കുക. എന്നിട്ട് ഇറച്ചി വേവിച്ചത്, ബീഫ് വേവിച്ചത് മിക്സിയിലിട്ടിട്ട് അതിലേക്ക് ഇടാം. ബീഫ് വേവിച്ചത്, അതായത് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ബീഫ് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ബീഫ് അതിനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലിട്ട് ആ പൊടിച്ച ബീഫും ഉള്ളിയും എല്ലാം കൂടി വാട്ടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി മിക്സിയിലിടാം. ഓക്കെ, ശരി. അതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ എണ്ണയിലിട്ട് ഇത് സവാളയും അതുപോലെ തന്നെ ബാക്കിയുള്ള മസാല കൂട്ടുകളെല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ ബീഫ് വേവിച്ചതും മിക്സിയിലിട്ട് അടിച്ച ആ ഒരു സാധനം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിനെ മാറ്റി വെച്ചതിന് ശേഷം അതും കൊണ്ടുപോയി മിക്സിയിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരിക. വന്നതിന് ശേഷം വന്നിട്ട് ഇതാ കോഴിമുട്ട ഓംലെറ്റ് ആക്കിയിട്ട് കുരുമുളക് പൊടിയും ഉപ്പിട്ട് ഓംലെറ്റ് ആക്കിയിട്ട് അതിലേക്ക് വന്നിട്ട് ഇതാ പറഞ്ഞ കേട്ടില്ലേ, കോഴിമുട്ട എടുത്ത് ഓംലെറ്റ് ആക്കിയപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഓംലെറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഓംലെറ്റിനകത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്ന അവസാനം മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്ന ആ ഒരു കൂട്ട് ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം മുട്ട പൊട്ടിച്ച് അതിന്റെ മഞ്ഞക്കരു കളഞ്ഞ് വെള്ളയിലെ നമ്മൾ ഇതൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡിലേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. 10 മിനിറ്റ് സമയം കൊണ്ട് ഇത് തയ്യാറാവും എന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ ടേസ്റ്റ് ടൈമിൽ നമ്മുടെ കുക്കറി ബുക്കിൽ നിങ്ങൾ പകർത്തിയെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ട്രൈ ചെയ്യുക. കാരണം സ്പെഷ്യലൈസ്ഡ് ചെയ്തതാണ് പല ഇങ്ങനെയുള്ള ഡിഷസിൽ. അതാണ് രണ്ടും പറഞ്ഞപ്പോൾ ഈ മുട്ടയും അതുപോലെ തന്നെ ബ്രെഡിന്റെ പൊടിയെല്ലാം വെച്ചിട്ട് 2 ഐറ്റം ഞാൻ കാണിച്ചു തരുന്ന സൗജ പറഞ്ഞതും. പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലാണ് ഇത് കഴിക്കാൻ നല്ലതെന്നാണ് സൗജ അവകാശപ്പെടുന്നതും. ഓംലെറ്റ് റോൾ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ സൗജ പറഞ്ഞതുപോലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കേണ്ട സമയമാണ്. കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് ഇല്ലാതെ 2 ഐറ്റം ഇല്ല. നേരത്തെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ടൈമിൽ ഇനി ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം സൗജയുടെ 2 പ്രിയപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്, 2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരെ കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സൗജ, ഇവിടെ ഈ ഒരു ഓംലെറ്റ് റോള് തയ്യാറായി കഴിഞ്ഞു. അപ്പൊ നിങ്ങളാണ് ഇനി ടേസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറയേണ്ടത്. ഇവരുടെ അഭിപ്രായത്തിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത്? എങ്ങനെയുണ്ട്? വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. അവർ രണ്ടുപേർക്കും ഒരേ അഭിപ്രായം. അപ്പൊ ഇനി പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം സൗജ ഹാപ്പി?
അവിടെ പിന്നെ ഇതൊന്നും പുത്തിരിയൊന്നും അല്ല. കാരണം അവിടെ തമിഴ്നാട്ടിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും ഐറ്റംസ് എത്ര വേണമെങ്കിലും മാറി പരീക്ഷിക്കുന്നതിൽ നോ പ്രോബ്ലം ആണ്. അപ്പോൾ സൗജ നല്ല 2 വിഭവങ്ങൾ ഉണ്ടാക്കി ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. നിങ്ങൾ തരുന്ന പ്രോത്സാഹനം തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ടേസ്റ്റ് ടൈമിന്റെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൈപുണ്യമുള്ളവരൊക്കെ തന്നെ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, സൂര്യ TV, PB നമ്പർ 2266, ശാസ്തമംഗലം, തിരുവനന്തപുരം 10. ഒപ്പം നിങ്ങൾക്ക് ഫോൺ വിളിച്ചും പറയാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫോൺ വിളിക്കേണ്ട നമ്പർ 047127274044. നിങ്ങൾക്ക് ഇമെയിലുകൾ അയക്കാനാണ് താല്പര്യമെങ്കിൽ ഇമെയിലുകളും അയച്ചോളൂ. surya.tv@sunnetwork.in. വ്യത്യസ്തമായ രുചിഭേദങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളുമായി അടുത്ത ആഴ്ച കാണുന്നവരേക്കും മസ്സലാമ.